രാജ്യത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോന്ന് അറിയില്ല. പക്ഷേ പാലിയക്കരയിൽ പ്രതിഷേധങ്ങൾ അത് പതിവ് കാഴ്ചയായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അങ്ങനെ ഭീകരമായ അങ്ങനെ സമരങ്ങൾ നമ്മൾ കാണാറില്ല. സമരങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും പെട്ടെന്ന് ആ സമരങ്ങൾ അവസാനിക്കുകയാണ് പതിവ്. അതിനർത്ഥം അവിടെ സമരത്തിൽ പങ്കെടുക്കുന്ന സാധാരണക്കാർക്ക് അതിൽ പ്രതിഷേധമില്ല എന്നുള്ളതല്ല, വേറെ തരത്തിൽ ഇടപെടൽ ഉണ്ടാവുകയും സമരങ്ങൾ തീരുകയുമാണ് പതിവ്. അത് നേരത്തെ സൂരജ് സജി പറഞ്ഞിരുന്നു. അത് ജില്ലാ കളക്ടർ കുറച്ചുനാൾ മുമ്പ് ഈ ടോൾ മരവിപ്പിക്കാൻ ഉത്തരവിട്ടതാണ്. ഉത്തരവ് 24 മണിക്കൂർ പൂർത്തിയാക്കും മുമ്പ് തന്നെ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്തു. എത്രത്തോളം വലിയ സമ്മർദ്ദം ഈ സാമ്പത്തിക ശക്തികൾ എവിടെയൊക്കെ ചെലുത്തുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. കോടതിയിൽ അതൊന്നും വിലപ്പോവില്ല. കോടതിയിൽ ആ സാമ്പത്തിക ശക്തികളൊന്നും കാര്യമില്ല. കോടതി കഴിഞ്ഞ കുറേ അധികം നാളായി വളരെ വിശദമായി തന്നെ വാദം കേൾക്കുകയായിരുന്നു. ദേശീയപാത അതോറിറ്റി ഓരോരോ മുട്ടാപ്പോക്കൾ കോടതിയിൽ അത് പറയുകയായിരുന്നു. 65 കിലോമീറ്ററിൽ ഹർജിക്കാരൻ ഷാജി ചേരുന്നുണ്ട്. ശ്രീ ഷാജി, എന്തായാലും അതൊരു ചരിത്രപരമായ തീരുമാനം എന്ന് തന്നെ പറയണം. കാര്യം കുറേ അധികം നാളായി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും ഏതെങ്കിലും തരത്തിൽ അവർ തൊലിപ്പുറത്ത് പോലും ആ പ്രതിഷേധങ്ങൾ തൊട്ടിട്ടില്ല. ഇതിപ്പോൾ കോടതി ഇടപെടുന്നു. 4 ആഴ്ചയെങ്കിൽ 4 ആഴ്ച ടോൾ നിർത്തിവെക്കുന്ന അവർക്കുണ്ടാക്കുന്ന പ്രഹരം അതിഭീകരമാണ്. ഷാജി, അഭിനന്ദനങ്ങൾ ഹർജിക്ക്. താങ്ക് യു. ഇത് ജനങ്ങളുടെ വിജയമാണ്. ഇത് എന്റെ ഒരു വ്യക്തിപരമായ വിജയമല്ല, ഇത് ജനങ്ങളുടെ വിജയമാണ്. ഒരുപാട് ആളുകൾ ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട് കഷ്ടപ്പെട്ടിട്ട് ഇന്റർവ്യൂവിന് പോകാൻ പറ്റാത്തവർ, എയർപോർട്ടിൽ ഫ്ലൈറ്റ് മിസ്സായവർ, ഹോസ്പിറ്റൽ സമയത്തിന് എത്താൻ പറ്റാത്ത ആളുകൾ, അങ്ങനെ നിരവധി ഫംഗ്ഷൻസിന് എത്താൻ പറ്റാത്ത ആളുകൾ, അങ്ങനെയുള്ളവരൊക്കെ സങ്കടവും ദുഃഖവും എല്ലാം കോടതി കണ്ടപ്പോഴാണ് ഈ വിജയം വന്നത്. ഇത് ജനങ്ങളുടെ വിജയമാണ്, ഇത് സാധാരണക്കാരുടെ വിജയമാണിത്. ഷാജി, കോടങ്കണ്ടത്ത് ഈ ദേശീയപാത അതോറിറ്റി പല വിദണ്ഡവാദങ്ങൾ കോടതിയിൽ പറഞ്ഞു. 65 കിലോമീറ്ററാണ്, അതിൽ 2.5 കിലോമീറ്ററേ ഉള്ളൂ, അല്ലെങ്കിൽ 4 കിലോമീറ്റർ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ആ 4 കിലോമീറ്റർ കുഴിയിൽ ചാടിയാൽ ബാക്കി റോഡിൽ വന്നാൽ എന്താ പോലെയുള്ള കാര്യങ്ങൾ കോടതി ചോദിച്ചു. അതൊക്കെ കോടതി നല്ല ഭംഗിയായി 4 കീറിയ ചവറ്റുകൊട്ടയിലോട്ട് ഇട്ടു. നല്ല കാര്യം ഷാജി. തീർച്ചയായിട്ടും. അതായത് ഈ മണ്ണുത്തി വടക്കുംചേരി ആയാലും മണ്ണുത്തി എടപ്പള്ളി ആയാലും ഈ റോഡുകളിൽ ഇത് കിലോമീറ്ററുകളോളാണ് ക്യൂ. ഇവര് പറയുന്നത് കുറച്ച് ദൂരമുള്ളതെന്ന് പറയുമ്പോൾ ക്യൂ കിലോമീറ്ററുകളോളാണ് കിടക്കുന്നത്. ഒരു മുന്നൊരുക്കം നിർത്താതെയാണ് ഈ വെഹിക്കുലർ അണ്ടർപാസ് ചെയ്തുള്ള പണി ആരംഭിച്ചത്. ആ റോഡുകൾ മെക്കാനം ടാർ ചെയ്യായിരുന്നു, അത് ചെയ്തിട്ടില്ല. 5-6 ദിവസം വെയിൽ കണ്ടിട്ട് പോലും ഇവര് ടാർ ചെയ്തില്ല. കോടതി 1 മാസം സമയം കൊടുത്തു, എന്നിട്ട് പോലും ഒരു ഇടപെടൽ നടന്നില്ല. കളക്ടർ ഇടപെടലുകൾ, വലിയ ഇടപെടലുകൾ ജില്ലാ കളക്ടർ നടത്തി, അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് പോലും ഇവര് ജനങ്ങളോട് ദാഷ്ട്യമാണ് കാണിച്ചത്. ഇവർക്ക് ജനങ്ങളെയും ഇവിടുത്തെ ഭരണകൂടത്തെയും ഇവർ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അത് എന്തായാലും ഒരു വലിയ വിജയമാണിത്. ഷാജി, യഥാർത്ഥത്തിൽ ഭരണകൂടത്തെ വെല്ലുവിളിച്ചോ? കാര്യം എന്ന് പറഞ്ഞാൽ കളക്ടർ ഞാൻ പറഞ്ഞ കളക്ടർ ഈ ടോൾ പിരിവ് തെരഞ്ഞു ഉത്തരവിട്ടതാണ്. 24 മണിക്കൂർ മുമ്പ് ആ തീരുമാനം പിൻവലിക്കപ്പെട്ടു. എങ്ങനെയാണത്? റിപ്പോർട്ട് പോലും ഇവർ കളക്ടർ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പോലും അത് മാറ്റാൻ പറ്റി ഇവർക്ക്. കളക്ടർ അതെങ്ങനെയാ? അതാണ് ചോദ്യം. കളക്ടർ ആ പാമ്പടിച്ചവൻ കളക്ടർ ജനത്തിന്റെ ദുരിതം കാണുന്നുണ്ട്. ജനത്തിനൊപ്പം നിൽക്കുന്ന ആ കളക്ടർ ഈ രീതിയിലാണെന്ന് പറഞ്ഞ് ഉത്തരവിടുന്നുണ്ട്. ഉത്തരവ് അത് പിൻവലിക്കാനുള്ള ശക്തി അവർക്കുണ്ട്. ആ ശക്തി വന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും കളക്ടർ ഒരു സാധാരണക്കാരന്റെ മകനാണ്. അവർക്ക് അദ്ദേഹത്തിന്റെ സാധാരണക്കാരന്റെ വികാരം മനസ്സിലാവും. അദ്ദേഹം അതുകൊണ്ടാണ് ഒരു ദിവസം ഓർഡർ ഇട്ടപ്പോൾ അത് പിൻവലിപ്പിച്ചു. മാത്രമല്ല, അദ്ദേഹം എത്ര മീറ്റിംഗ് വിളിച്ചിട്ട് ഇവർക്ക് നിർദ്ദേശം കൊടുത്തു എന്നറിയാം. ആ നിർദ്ദേശങ്ങളൊക്കെ ഇവർ കടലാസിന്റെ വില പോലും കൽപ്പിച്ചിട്ടില്ല. കോടതിയുടെ ഇറക്കാൽ ഉത്തരവുകൾ പോലും കടലാസിന്റെ വില കൽപ്പിച്ചിട്ടില്ല ഇവര്. ഓക്കെ ഷാജി, അവര് ഇപ്പൊ കോടതിയിൽ അവരുടെ ഈ പറയുന്ന സാമ്പത്തിക ശക്തി ഒന്നും ചില വിലപ്പോവില്ലായിരിക്കാം. പക്ഷെ കോടതി അവർ മേൽ നിയമ നടപടി, അപ്പീൽ എന്നൊക്കെ പറഞ്ഞ് കാര്യം 4 ആഴ്ച അവർ ടോൾ പിരിച്ചില്ലെങ്കിൽ എത്ര കോടിയുടെ കൊള്ളലാഭം അവർക്ക് ഇല്ലാതാവുന്ന കാര്യമാണ്. അപ്പോൾ ആ പണം നഷ്ടപ്പെടുത്താൻ തയ്യാറാവും. അപ്പോൾ അവർ മേൽക്കോടതിയുടെ 52-60 ലക്ഷം രൂപ പിരിക്കുന്നത്. ഇതിന് സത്യം പറഞ്ഞാൽ 323 കോടി രൂപയ്ക്കാണ് കരാർ ചെയ്തത്. കരാർ കഴിഞ്ഞ് പണി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ 700 ചില്ലാനം കോടി രൂപയെന്ന്. ഇപ്പൊ അവർ പറഞ്ഞ 1700 കോടി രൂപ പിരിച്ചിട്ടും അവർ പറയുന്നത് ലാഭം കിട്ടിയില്ല എന്ന്. ഇത് കൊള്ളലാഭമാണ് ഇവിടെ നടക്കുന്നത്, കൊള്ളലാഭമാണ് നടക്കുന്നത്, ഒരു സംശയമില്ല. ഓക്കെ ഷാജി, അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ നിർമ്മാണ ചെലവിൻ്റെ ഒക്കെ എത്രയോ ഇരട്ടി, ആധികാരികമായ കണക്കാണെന്ന് അറിയില്ല, 6 ഇരട്ടി ഇതിനോടൊപ്പം തന്നെ പിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എത്രത്തോളം വലിയ മാരകമായ ലാഭം എന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഇപ്പോഴും പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇങ്ങനെ ടോൾ കൂട്ടിക്കൊണ്ടിരിക്കും. മറ്റേ ഫാസ്ടാഗ് ഇല്ലാത്തവരെ പിഴിഞ്ഞു കൊല്ലും റോഡിൽ. അപ്പോൾ ആ പരിപാടിയൊക്കെ അവർക്കുണ്ട്. അതിനാണ് ഇപ്പോൾ 4 ആഴ്ചത്തേക്കെങ്കിലും 4 ആഴ്ച കോടതി തൽക്കാലം പിരിവ് നിർത്ത്, ആ റോഡൊന്ന് പണി ശരിയാക്കുക, അതിനുശേഷം നമുക്കിനി പണം ഉണ്ടാക്കാം എന്ന് കോടതി പറയുന്നത്. അത് ജനവികാരം അറിഞ്ഞുകൊണ്ടുള്ള ഏറ്റവും സുപ്രധാനമായി അടുത്ത കാലത്തുണ്ടായ കോടതികളിൽ നിന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണെന്ന് പറയേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.